നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് കോൺഗ്രസ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇലക്ഷൻ ദിവസം, അതായത് നവംബർ 20 വൈകുന്നേരം 5 മണിക്ക് ശേഷം കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പിന്നെ കൊടുത്ത കണക്കുകളിൽ പലതിലും കൃത്രിമത്വം ഉണ്ട്. വൈകുന്നേരത്തെ 5 മണിക്കൂർ അധികം ഉള്ള റിപ്പോർട്ട്, അതായത് രാത്രി 11:30 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് 7.25% പോളിംഗിൻ്റെ വർധനവുണ്ടാകുന്നത്? 76 ലക്ഷത്തോളം വോട്ടുകൾ കള്ള വോട്ടുകളാണോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന 288 നിയമസഭാ മണ്ഡലങ്ങളിലും ഏകദേശം 10,000-ഓളം വോട്ട് 2 മാസത്തിനകം അഡീഷണലായി ചേർത്തിരിക്കുന്നതിൽ കൃത്രിമത്വമുണ്ട്, അസ്വാഭാവികതയുണ്ട്. മാത്രമല്ല, വെബ്സൈറ്റിൽ കൃത്യമായ കണക്കുകൾ വിവരണാത്മകമായി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 5 ലക്ഷത്തിലധികം അധിക വോട്ടുകൾ എണ്ണിയതുമായി ബന്ധപ്പെട്ട വിവരം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു. ഡിസംബർ മാസം 3 ഇവരുടെ പരാതി കേൾക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് പരാതി ഉന്നയിക്കുകയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺസ്, അതായത് അവരുടെ എല്ലാ രീതിയിലുള്ള ഗ്രീവൻസുകളും ദൂരീകരിക്കേണ്ട സാഹചര്യം ഒരുക്കി വെക്കേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് 102 മത്സരിച്ചപ്പോൾ കേവലം 16 സീറ്റുകൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചുള്ളൂ. അതിൽ നന്ദേദ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് ജയിച്ചിട്ടും അതിൻ്റെ കീഴിൽ വരുന്ന 7 അസംബ്ലി സെഗ്മെൻറ്റുകളിലും മഹായൂതി സഖ്യമാണ് വിജയിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നത് വലിയ തോതിൽ ആശ്ചര്യമായി പറയുന്നുണ്ട്. അതേസമയം കൃത്യമായി പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP ഉദാഹരണം പറയുന്നത്, ആന്ധ്രാപ്രദേശിൽ ഒരേ സമയം ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നപ്പോൾ മാഡിര ഗുരുമൂർത്തി വിജയിച്ചത്, തിരുപ്പൂർ ലോക്സഭാ സീറ്റിലെ YSR കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ 7 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ, എന്നാൽ YSR കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും ജയിച്ചില്ലല്ലോ. ലോക്സഭയും നിയമസഭയും തമ്മിലുള്ള പാറ്റേൺ വളരെ വ്യത്യസ്തമല്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP നേതാക്കളായ വീരേന്ദ്ര സച്ദേവയും ഗൗരവ് ഭാട്ടിയെയും 2 പ്രധാന കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഒന്ന്, കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇനി EVM പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്ന് തീരുമാനിക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഇവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടിംഗ് മെഷീനിൻ്റെ സംവിധാനത്തിലല്ലേ? അവർ EVMലല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടത്? അവർ രാജിവെക്കണ്ടേ എന്ന വിചിത്രവാദവുമായി BJP നേതാക്കൾ എത്തുകയാണ്. വാസ്തവത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് EVMുമായി ബന്ധപ്പെട്ട തിരിമറി കണ്ടുപിടിക്കണം എന്നതാണ്. അതിൽ ഇത്രയധികം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം കൃത്യമായും ഫാക്ഷണലിസവുമായി, അതായത് വലിയ തോതിലുള്ള ഒരു വിഘടനവാദവുമായി ബന്ധപ്പെട്ട കാര്യം, അതിനകത്ത് ഖാർഗെയോട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കൃത്യമായ തീരുമാനം സമയബന്ധിതമായി എടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. നിയമസഭയുടെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പല്ലം രാജുവും ഹരീഷ് റാവത്തും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് CWC യോഗത്തിൽ.